രാമായണം 8-ാം ദിവസം. അയോധ്യയിൽ തിരിച്ചു വന്ന ഭരതനും ശത്രുഘ്നനും അവരുടെ അച്ഛന്റെ മരണവൃത്താന്തം അറിഞ്ഞു. കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഭരതന് തികഞ്ഞ രോക്ഷവുമുണ്ടായി. ശ്രീരാമദേവനെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരുവാൻ ഭരതനും ശത്രുഘ്നനും അമ്മമാരും ചേർന്ന് ശ്രീരാമൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക്, പഞ്ചവടിയിലേക്ക് പുറപ്പെടുന്നു. ഏതാനും അങ്ങൊരാപത്തകപ്പെട്ടിരു താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടും അയോധ്യാപുരിപുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനാബ്ദബോധവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമേദിന്ദിതം തേജോവിഹീനമകമ്പുക്കിതു ജന്മ രാജഗേഹം രാജലക്ഷണവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്ദിതം തേജോവിഹീനമകമ്പുക്കിതു ജന്മ രാജഗേഹം രാജലക്ഷണവർജിതം തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികേ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവ് മുദ്ധായ ഗാഢം ആലിംഗ്യ മടിയിൽ വെച്ചുത്തമാങ്കേ മുകർനാസു ചോദിച്ചിതു ഭദ്രമല്ലി മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭ്രാതൃജനങ്ങൾക്കും ഏതുമേ ദുഃഖമില്ലല്ലീ പറകനീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തിൻ ഉത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാഞ്ഞെനിക്കുള്ളിൽ താതൻ എവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോട് പിരിഞ്ഞു രഹസി ഞാൻ താതനെ പണ്ടു കാൺമീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനേ വസിക്കുന്നതെന്തെന്നുൾ പൂവിലങ്ങുമേ താപവും ഭീതിയും മൽപിതാവെങ്ങു പോകുന്ന പറകനീ തൽപ്രിയമാശു കൈകേയും ചൊല്ലിനാൻ. എൻ മകൻ എന്തു ദുഃഖിപ്പാൻ അവകാശം നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വം എല്ലായിടവും കീർത്തി വരത്തിയ ത്വൽപിതാവെന്നു കേട്ടോരു ഭരതനും ക്ഷോണീതലേ ദുഃഖവിഹ്വലചിത്തനായി വീണു വിലാപം തുടങ്ങിനാൻ എത്രയും. ഹാ താതാ ദുഃഖസമുദ്രേ നിയുജ്യ മാമേതൊരു ദിക്കിനു പോയിതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നിൽ സമർപ്പിയാതെ പിരിഞ്ഞങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. പുത്രനീ വണ്ണം കരയുന്നതു നേരം ഉദ്ധാപ്യ കൈകേയി കണ്ണുനീരും തുടച്ച് ആശ്വസിച്ചിടുക ദുഃഖേന കിംഫലം ഈശ്വരകൽപ്പിതമെല്ലാം അറിക നീ. അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശ ചേതസാ ചോദിച്ചു ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ആ രാമ രാമകുമാരാ സീതേ മമ ശ്രീരാമലക്ഷ്മണ രാമ 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 സീതേ ജനകസുതേരി പുനഃപുനരാതുരനായി വിലപിച്ചു മരിച്ചിതു. താതൻ അതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാനതെന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയും ചൊല്ലിനാൾ. മന്നവൻ രാമൻ അഭിഷേകമാരഭ്യ സന്നദ്ധയായത് കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കേണം എന്നു പറഞ്ഞ അഭിഷേകം മുടക്കിയേൻ. രണ്ടുവരം മമ തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കുന്നു. രാമൻ വനത്തിന്നു പോകുന്നു മറ്റേതും ഭൂമിതൻ
തന്നോടു കാലമർത്ഥിച്ചേൻ. സത്യപരായണനായ നരപതി പൃഥ്വീതലം നിനക്കും തന്നു രാമന് കാനനവാസത്തിനായി അയച്ചിടിനാൻ. ജാനകി ദേവി പാതിവ്രത്യമാലംബ്യ ഭർത്താസമം ഗമിച്ചിടിനാളാശു. സൗമിത്രിയും ഭ്രാതാവിനോടുകൂടെ പോയാൻ. താതൻ അവരെ നിലച്ചു വിലാപിച്ചു. ഖേദേന രാമരാമേതി ദേവാലയം പൂക്കാൻ അറിയുന്ന മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേയിയുമാഹന്ത ശോകത്തിനെന്തൊരു കാരണം. രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിരു, പൂജ്യനായി വാഴുക ചാബല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞത് കേട്ടുടനൊന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മയെന്നാദി പൂണ്ടിയിടിനാർ കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രവേ നിർദ്ദയേ ദുഷ്ടേ നിരാചരി. നിന്നുടെ ഗർഭത്തിലങ്ങുത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ. നിന്നോടു ഉരിയാടരുതിനി ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പേനല്ലായിലോ. കാളകൂടം കുടിച്ചിടുവേനല്ലായിൽ വാളെടുത്താശു കഴുത്തറുത്തിയിടുവേൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവേൻ, ഇല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി. ഘോരമായുള്ള കുംഭീഭാഗമാകിയ നാരകം തന്നിൽ വസിക്കും ഇതുമൂലം. ഇത്തരം മാതരം ഭർഷിച്ചു ദുഃഖിച്ചു സത്വരം ചെന്ന് കൗസല്യേയും ഉണർന്നിടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞതിദീനയായി ഖിന്നയായൊരു കൗസല്യ ചൊല്ലിയിടിനാൾ. ആതുരമാനസയായതുകൊണ്ടു മാതാവ് ഞാൻ പറയുന്നത് കേൾക്കണം. രാഘവരാജ്യാഭിഷേകം മുടക്കിയാൾ കൈകേയിയാകിയ മാതാവേ. ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ്, ഞാൻ അറിഞ്ഞത്രയെങ്കിലോ മാതാവേ. ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മേ ഭുജിക്കുന്നിതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മധാരങ്ങൾ അരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതും കണ്ടു ഞാൻ. ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ, ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. യുദ്ധം പറഞ്ഞു ഉണർന്നു ഗാഠമുത്തമാങ്കേ മുകർന്നാൾ. അതു കണ്ടവർ ഒക്കെ വാവിട്ടുകരഞ്ഞു തുടങ്ങിനാൽ. അക്കഥ കേട്ടു വസിഷ്ഠമുനീന്ദ്രൻ മന്ത്രിജനത്തോടും അൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും. രോദനം കണ്ടരുൾ ചെയ്ത വസിഷ്ഠനും ഖേദം മതിമതി കേളുതു കേവലം. വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ മാർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്ത്വാ യഥാവിധി യജ്ഞങ്ങളും ബഹുകൃത്വാ ബഹുധനദക്ഷിണയും മുദാ ദത്വാ ത്രിവിഷ്ടഭം ഗത്വാ യഥാസുഖം ലബ്ധ്വാ പുരന്തരാർദ്ധാസനം ദുർലഭം. വൃത്രാരിമുഖ്യതി സൗഖ്യവന്ദ്യനായി ആനന്ദമോടിരിക്കുന്നതിനെന്തു നീ ആനനം താഴ്ത്തി നേത്രാമ്പുതൂകിയിടുന്നു. ശുദ്ധൻ ആത്മാജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപവൻ അവ്യേനന്ദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിഹീനൻ ജഗൽക്കാരണൻ ദേഹമത്യർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈക കാരണം മുക്തിവിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമീ. ചിത്തെ വിചാരിച്ചു കണ്ടാൽ ഒരിക്കലും ദുഃഖിപ്പതിനവകാശമില്ലേതുമേ. ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനാം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ
മാറത്തലച്ചു തൊഴിച്ചു മുറവിളി ചേറി തളർന്നു മോഹിച്ചു വീണിടുവോ. നിസ്സാരമിത്രയും സംസാരമോർക്കിലോ, സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തി അറിക നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം, ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോർക്കണമെല്ലാം സ്വകർമ്മവശവതം. തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്ര മിഥാർത്ഥ കളത്രാദിവസ്തുന വേർപെടും നേരവും ദുഃഖമില്ലേതുമീ. ബ്രഹ്മാണ്ഡകോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതുമുണ്ടതിനാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥ മഹാജ്ഞാനിനാമുള്ളതും ബന്ധമെന്തീ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചു മായാഗുണവൈഭവങ്ങളും അന്തർമുതാ കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിത പത്രാഗ്രലഗ്നാംബുവിന്ദുനാൽ സമ്പതിച്ചിടുമായുസ്സനശ്വരം. പ്രാക്തന ദേഹസ്ഥകർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം. ഉരവി ജീർണദേഹങ്ങളവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൈക്കൊള്ളുന്നു. കാലചക്രത്തിന്റെ ഭൂമണവേഗത്തിനു മൂലമി കർമ്മഭേദങ്ങൾ അറിക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ, മുഖ്യ ജനമതം കേൾക്ക ഞാൻ ചൊല്ലുവേ. ആത്മാവിനില്ല ജനന മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യാനന്ദ സ്വരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധ്യ ശിക്ഷാക്ഷി സർവാത്മന സനാതനൻ അദ്വയൻ ഏകൻ പരൻ പരമൻ ശിവൻ. യുദ്ധമനാരഥം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തെ ദൃഢമായറിഞ്ഞ ദുഃഖങ്ങളും ത്യക്ത്വാ തുടങ്ങുക കർമ്മസമൂഹവും സത്വരമേതും വിഷാദമുണ്ടാകൊല. സംസ്കാരകർമ്മം. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ ഗത്വാ യഥാവിധി സംസ്കാരകർമ്മവും മിത്ര ഭൃത്യ അമാത്യ സോദര ഉപാധ്യായയുക്തനായൊരു ഭരതകുമാരൻ താതശരീരത്തെ തോണിയിൽ നിന്നെടുത്താദരപൂർവമെടുത്തു നീരാടിച്ചു. ദിവ്യാംബരാവരണ ലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രി സംസ്കരിക്കും വണ്ണമാചാര്യ സംഹിതം ദത്വാ തിലോദകം ദ്വാദശവാസരേ ഭക്ത്യാ കഴിച്ചിരു പിണ്ഡം ആദരാൽ. വേദപാരായണം മാരാം ദ്വിജാവലി ഓദേന ഗോധനൻ ഗ്രാമരത്നാംബരം. ഭൂഷണാലാപന താമ്പൂലഭൂഗങ്ങൾ ദോഷേണ ദാനവും ചെയ്തു സസോദരം. വീണു നമസ്കരിച്ചാശീർവചനമാ ദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാജകുമാരനെ മാനസേ ചിന്തിച്ചു ചിന്തിച്ചനുദിനം മാനവവീരനായൊരു ഭരതനും സാനുജനായി വസിച്ചിടിനാൻ അദ്ദിനം നാനാ സുഹൃജനത്തോടുമാകുലം. തത്ര വസിഷ്ഠ മുനീന്ദ്രൻ മുനികുലസത്തമന്മാരുമായി വന്നു സഭാന്തികേ. അന്നൊരു ആസന സന്നിപനാം മുനി സ്വർണാസനെ മരിവീടിനാനാദരാൽ. ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ. കുമ്പിട്ടു നിന്ന ഭരതകുമാരനോടംബോജ സംഭവ നന്ദനൻ ചൊല്ലിനാൻ. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശീകനായ ഞാൻ ആശി ചൊല്ലിയിടുവേൻ. സത്യസന്ധൻ തപതാതൻ ദശരഥൻ പൃഥ്വീതലം നിനക്കദ്യ നൽകിയിടിനാൻ. പുത്രാഭ്യുദയാർത്ഥമേഷ കൈകേയിക്കു ദത്തമായൊരു വരദ്വയം കാരണം. മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടും അൻപോട് ചെയ്തിടുവേ. രാജ്യം അരാജകമാം
ഭവാനാലിനി രാജ്യമല്ലെന്നു ധരിക്ക കുമാരനീ. താതനിയോഗമനുഷ്ഠിക്കയും വേണം, പാതകമുണ്ട് അതല്ലായിലേവനും. ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്തു വസിഷ്ഠമുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്നടിയെന്ന് രാജ്യം കൊണ്ടു കിംഫലം, മന്നവനാകുന്നതും മമ പൂർവജൻ. ഞങ്ങൾ അവനുടെ കിങ്കരന്മാരത്രേ, നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. ഭരതന്റെ യാത്ര. നാളെ പുലർകാലേ പോകുന്നതുണ്ടു ഞാൻ, നാളീകനേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതീ ദേവിയും നാനാ പുരവാസികളും അമാത്യരും, ആന തേർ കാലാൾ കുതിരപ്പടയോടും ആനക ശംഖപടഹവാദ്യത്തോടും സോദര ക്രൂസുര താപസ സാമന്ത മേദിനീ പാലക വൈശ്യ ശൂദ്രാദിയും സാദരമാശു കൈകേയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഹസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു, താപവേഷം ധരിച്ചു ജടപൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. യുദ്ധം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നു നന്നെന്നു ചൊല്ലിയിടിനാർ. ചിത്തേ നിനക്കിത് തോന്നിയത് അത്ഭുതം, ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരം ആദിത്യദേവനൂദിച്ചു ഭരതനും. ശത്രുഘ്നനോടും കൂടെ പുറപ്പെട്ടിരു തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും സത്വരം രാമനെ കാണാൻ നടന്നിരു ചിത്തെ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും. രാജധാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാൺമാൻ നടന്നിരു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും ചൊടിപ്പൊടികളും യൗമനി ചെന്നു പരന്നു ചമഞ്ഞിരു. രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു പെരുമ്പട. കേകേപുത്രീസുതൻ പടയോടുമിങ്ങന്നാഗതനായത് കേട്ടു ഗുഹന്തതാ ശങ്കിതമാനസനായി വന്നു തന്നെ കിങ്കരന്മാരുൾ ചൊന്നാൻ ഇത് അന്നേരം. ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും. ഞാൻ അങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ. അന്തികേ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതം അറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും അവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം, പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. യുദ്ധം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപിച്ചനാദരം. ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരം സോദരം താനുജം. മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹന്തര. ഭൂമിയിൽ വീണു ഗുഹോഹം ഇത്യുക്ത്വാ പ്രണാമവും ചെയ്തു ഭരതനുമന്നേരം. ഉദ്ധാപ്യ ഗാഠമാലിംഗ്യ രഘുനാഥഭക്തം വയസ്യമനായക വാക്യവും. ഭക്ത്യാ ഗുഹനോട് പിന്നെയും ചൊല്ലിനാൻ ഉത്തമ പുരുഷോത്തസം രത്നം ഭവാൻ. ആലിംഗനം ചെയ്തുവല്ലോ ഭവാനി ലോകാലംബനഭൂതനാകിയ രാഘവൻ. ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റാർക്കും ഇതൊക്കെ നീ. ധന്യനാകുന്നത് നീ ഭുവനത്തിങ്കൽ ഇന്നതിനില്ലൊരു സംശയം മത്സഖേ.
സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തുറങ്ങി രഘുനായകൻ. സീതയോടുകൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹന്തത. വാട്ടമില്ലാതൊരു സന്തോഷ ചേതസ ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നും തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനാൻ. എത്ര ഗത്വാ ഗുഹം സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിലും ഉഷാസ്തൃതം സീതയാ കൊണ്ടൽ വർണ്ണന്തൻ മഹാശനസ്ഥലം. കണ്ടു ഭരതനും മുക്തഭാഷ്പോദകം തൊണ്ട വിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ. ഹാ സുകുമാരീ മനോഹരേ ജാനകി പ്രാസാദമൂർധനി സുവർണതൽപസ്ഥലി കോമള സ്നിഗ്ധധവളാംബരേസ്തുതേ. രാമേണ ചേതേ മഹാസുഖം സാ കഥം. ചേതേ കുശമയവിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതാ മദീയാഗ്രജന്മന. മദ്ദോഷകാരണാലെന്നതു ചിന്തിച്ചു മദ്ദേഹമാശു പരിത്യജിച്ചിടുവേൻ. കിൽബിഷകാരിണിയായ കൈകേയിതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചൊരു കാരണം. ദുഷ്കൃതിയായി പാപിയാമെന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും. ജന്മസാഫല്യവും വന്നിതനുജനും നിർമ്മലമാനസൻ ഭാഗ്യവാനത്തെയും അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിനു പോയത് അവനല്ലോ. ശ്രീരാമദാസ ദാസന്മാർക്കു ദാസനായി ആരൂഢ ഭക്തി പൂണ്ടേഷ ഞാനും സദാ. നിത്യവും സേവിച്ചുകൊള്ളുവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നത് നിർണയം. ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയൻ അവിടേക്ക് വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടു പോരുവേൻ എന്നതു കേട്ടു ഗുഹനുമുര ചെയ്താൻ. മംഗലദേവതാവല്ലഭം തങ്കലിൽ ഇങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകിയാൽ പുണ്യവാന്മാരിൽ വച്ചഗ്രേസരൻ ഭവാൻ. നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ. ഗംഗാനദി കടന്നാൽ അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം. തന്നികുടെ വസിക്കുന്നിതു സീതയാ തന്നെ സോദരനോടും യഥാസുഖം. യുദ്ധം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ. തർത്തുമർത്തും തടിനിയെ സത്വരം കർത്തുമിത്യോഗം സമർത്ഥോ ഭവാദ്യനീ. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധ നദിയെ കടത്തുവാൻ. ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുധം. അഞ്ജസാ കുലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തിയിടിനാൻ. ഊറ്റമായൊരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ. ശത്രുഘ്നനോടും ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനോടും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യ തൊഴുതുകരേറി മന്ദം തുഴഞ്ഞസ്തഭീത്യ കടത്തിയിടിനാനാദരാ. ഉംബർതടിയക്കും വിട്ടനാകുലം മുമ്പേ നടന്നിതു വൻപടയും തഥാ. ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്ര ഗോവൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ വരദനും. വൻപടയൊക്കവേ ദൂരത്തെ നിർത്തിനാൻ താനും അനുജനുമുടജാങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം. ഉജ്വലന്തം മഹാതേജസം താപസം വിജ്വരാത്മാനമാസീനം വിധിസമം. ദൃഷ്ട്വാ നാമ സാഷ്ടാംഗ സന്തോഷസോദരം പുഷ്ടഭക്ത്യ ഭരദ്വാജമുനീശ്വരം. ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനും. ഹൃഷ്ടവാച കുശലപ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തഥാ ജടാവൽക്കലധാരിണം. തുഷ്ടി കലർന്നരുൾ ചെയ്താനിതെന്തടോ കഷ്ടമി ഓ ഉപപന്നമല്ലൊട്ടുമേ. രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീ എന്തിനായി ഇങ്ങനെ
വൽക്കലവും ജടയും പൂണ്ടു താപസമുഖ്യ വേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻ പടയോടുമാഹന്ത വനാന്തരെ വന്നതു ചൊല്ലു നീ. ചുത്വാ ഭരദ്വാജവാക്യം ഭരതനും യുദ്ധം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ. നിന്തൊരു ഉള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളു മഹാമുനി. എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പിനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണേ തപോനിധി. ഞാൻ ഏരുമേയൊന്നറിഞ്ഞില്ല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും. കേകേപുത്രിയാം അമ്മയൻ വാക്കായ കാഗോളവേഗമേ മൂലമതിനുള്ളു. ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാൻ അതിനി പാദപത്മം പ്രമാണം ദയാനിധി. ശ്രീരാമചന്ദ്രനു ഭൃത്യനായി തൽപാദവാരിയെ യുഗ്മം ഭജിക്കുന്നിയേ. മമ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം. മുറ്റും അതിനൊഴിഞ്ഞില്ലൊരാകാംക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗര വസിഷ്ഠാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രാഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശി കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവേ. ഇങ്ങനെ കേട്ട ഭരതവാക്യം മുനി മംഗലാത്മനാമേനം പുനർനേടിനാൻ. ചുംബിച്ചു മൂർധനി സന്തോഷിച്ചരുളിനാൻ. ഇംബഹുനാവത്സ വൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃഷ്ട്യാ കണ്ടറിഞ്ഞിരിക്കുന്നിതു. മാനസേ ശോകമുണ്ടാകല കേൾക്കനീ. ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം. ഇന്നിനി സൽക്കരിച്ചിടുവീൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം. ഊണും കഴിഞ്ഞുറങ്ങി പുലർകാലേ വേണം രഘുനാഥനെ ചെന്ന് കൂപ്പുവാൻ. എല്ലാം അരുൾ ചെയ്തത് വണ്ണം എനിക്കതിനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും. കാൽ കഴുകി സമാജമ്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായ അതിവിദ്രുതം. ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിരു കാമസുരഭിയെ തൽക്ഷണേ കാനനം. ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും. ദേവ വനിതമാരായ ലതകളും ഭാവന വൈഭവമത്രയും അത്ഭുതം. ഭക്ത ഭക്ഷ്യാദിപേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാദനം മറ്റും ബഹുവിധം. ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നവ്രത നിർമ്മിതമൊക്കവി വർണ്ണിപ്പതിന്നു പണിയുണ്ടനു അനന്തനും. കർമ്മണ ശാസ്ത്രദിഷ്ടേന വസിഷ്ഠനെ സമ്മോദമോടു പൂജിച്ചതു മുമ്പിനാൽ. പശ്ചാൽ സസൈന്യം ഭരതം സസോദരം ഇച്ഛാനുരൂപേണ പൂജിച്ചനന്തരം. തൃപ്തരായി തത്ര ഭരദ്വാജമന്ദിരേ സുപ്തരായാരാധിസന്നിവേ. ഉദ്ധാനവും ചെയ്തുഷതി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജപാദങ്ങൾ കൂപ്പിനാർ. താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതീനന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാജലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരേ കിഞ്ചിതന്തികെ. മിത്രമായൊരു ഗുഹനും സുമന്ത്രരും ശത്രുഘ്നനും താനുമായി ഭരതനും. ശ്രീരാമ സന്ദർശനാകാംക്ഷയാ ബന്ധമാരാഞ്ഞോരോ മുനിവരന്മാരോടും തൊഴുതു ചോദിച്ചതും അത്യാദരം. പുത്ര വാഴുന്നു രഘൂത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിമാരോടും മുതാ. ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരും അരുൾ ചെയ്തു. ഉത്തരതീരേ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ. ഉത്തമ പുരുഷൻ വാഴുന്നിരുന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും. തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിത് അത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പ ഫലതലേ പൂർണ്ണവല്ലീതരുഷട്പരണീയ കാനനമണ്ഡലേ
ആക്രമതിളി ബഹുളവന രസങ്ങളാമാത്രകാർജുന നാഗപുന്നാഗങ്ങൾ കേരപുങ്കങ്ങളും ഗോവിതാരങ്ങളും മേരണ്ട ചമ്പകാശോകതാലങ്ങളും മാലതീജാതി പ്രമുഖ ലതാവലീജാലികളായ താമലസാലങ്ങളും ഭൃങ്കാതി നാനാവിഹംഗനാദങ്ങളും തുങ്ക മാതംഗ ഭുജംഗ പ്ലവംഗ പുരങ്കാദ്യനാനാമൃഗവാദലീലയും ഭംഗ്യാ സമാലോക്യ ദൂരെ ഭരതനും വൃക്ഷാഗ്രസംലഗ്നവൽക്കലാലങ്കൃതം പുഷ്കരാക്ഷമം ഭക്ത്യാ വണങ്ങിനാം. ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു സീത രഘുനാഥ പാതാരനിന്ദങ്ങൾ നൂതനമായ അതിശോഭനം ഭാവനം അങ്കുശാബ്ദജ്വത വജ്ര മത്സാംഗി കൊണ്ടങ്കിതം മംഗളമാനന്ദമഗ്നനായ വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ രേണുതന്നിൽ മൗലിയിൽ കൂരിയിട്ടിടിനാൻ. ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുന്നം മയാകൃതം പുണ്യപൂരം പരം ശ്രീരാമ പാദപത്മാഞ്ജിതം ഭൂതലൻ ആരാലിനിക്കുന്നു കാൺമാനവകാശവും വന്നതല്ലോ ഭൂരിപാദപാംസുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും വേദാവും ഈശനും ദേവഗതന്തവും വേദങ്ങളും നാരദാദിമുനികളും യുദ്ധമൂർത്ത അത്ഭുത പ്രേമരസാപ്ലുത ചിത്തനായി ആനന്ദബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമ സന്നിധൗ ചെന്നു നിന്നോരു നേരത്തു കാണായിരു. സുന്ദരം രാമചന്ദ്രം പരമാനന്ദം ഇന്ദിരം ഇന്ദ്രാദിവൃന്ദാരകവൃന്ദ വന്ദിതം ഇന്ദിരാമന്ദിരോരസ്ഥലം ഇന്ദ്രാവരജം ഇന്ദീവരലോചനം ദുർവാദളനിശാവളം കോമളം പൂർവജം നീല നളിനലക്ഷണം രാമം ജടാമകുടം വൽക്കലാംബരം സോമബിംബാപ്രസന്നവക്ത്രാംബുജം ഉദ്യത്തരുണാരുണായുധശോഭിതം വിദ്യുത്സമാംഗിയാം ജാനകിയായൊരു വിദ്യോതമാനം ആത്മാനമവ്യാകുലം വക്ഷസി ശ്രീവത്സരക്ഷണമവ്യയം ലക്ഷ്മീനിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണ സേവിത പാദപങ്കേരുഹം ലക്ഷണ ലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം ദേശോ വിനാശിനം രക്ഷാവിചക്ഷണം ചക്ഷുശ്രവണ പ്രവരവല്യംഗകം കുക്ഷിസ്ഥിതാനേകപത്മാഞ്ജടംബരം കാരുണ്യപൂർവം ദശാരഥനന്ദനം ആരണ്യ വാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും കൈക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിന. ശ്രീരാമനവനെയും ശത്രുഘ്നെയും ആദോലാദോലെടുത്തു നിവർത്തി സസംഭ്രമം ദീർഘബാഹുക്കളാൽ ആലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്തുംഗസിന്നി ചേർത്തു പുനരവി വത്സങ്ങളും അണച്ചാനന്ദപൂർവകം സത്സംഗം ഏറെയുള്ളൊരു സൗമിത്രിയും തത്സമയേ ഭരതംഘ്രികൾ കൂപ്പിനാൻ ശത്രുഘ്നനും അതിഭക്തി കലർന്നു സൗമിത്രിതൻ പാദാംബുജങ്ങൾ കൂപ്പിയിടിനാൻ. ഉഗ്രദൃഷ്ടാത്തന്മാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടതു രാഘവൻ നിൻ തിരുമേനി മനോദിതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും.